എറണാകുളം മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ കുടുംബം. പോലീസ് പ്രചരിപ്പിച്ച CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയല്ലെന്ന് ബന്ധു ശരത് ലാൽ പറഞ്ഞു. കാണാതാവുമ്പോഴുണ്ടായിരുന്ന വേഷമല്ല CCTVയിൽ കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പോലീസിന്റെ പല വാദങ്ങളും തെറ്റാണെന്നും കുടുംബത്തിന്റെ ഗുരുതരമായ വാദം. CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മളെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആളാരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ വീണ്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ വിഷ്വൽസിലുള്ളതൊക്കെ 1:30 ഉണ്ടായ വീഡിയോസും 2 മണിക്ക് 3 മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ്. അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് മുസിന അസു വിവരങ്ങൾ നൽകും. മുസിന, ഈ ചിത്രപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് കുറ്റം സമ്മതിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ നൽകിയിരുന്നു. അതിനിടയിൽ ഒരു CCTV ദൃശ്യങ്ങൾ കൂടി നൽകിയിരുന്നു, അർദ്ധരാത്രി ബൈക്കിൽ കയറി പോകുന്നത്. എന്നാൽ അത് ചിത്രപ്രിയ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം രംഗത്തെത്തുന്നു. അന്വേഷണത്തിൽ ഒരു അസ്വാഭാവികത അവർ കാണുന്നുണ്ടോ? ജിൽസി, പ്രധാനമായും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആ CCTV ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഉള്ളത് ചിത്രപ്രിയ അല്ല എന്നാണ് ബന്ധു ശരത് ലാൽ ഇൻസ്റ്റാഗ്രാം വഴി ആരോപിക്കുന്നത്. അതായത് കാണാവുന്നതാവുന്ന സമയത്ത് ഈ ചിത്രപ്രിയ ധരിച്ചിരുന്ന വേഷമല്ല ആ CCTVയിലുള്ളത്. ഏതോ ഒരു CCTV ദൃശ്യമെടുത്ത് അത് ഈ കുട്ടിയുടേതാണ് എന്ന് പ്രചരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്രയും ദിവസമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഈ ബന്ധു പറയുന്നുണ്ട്. ശരത് ലാലിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല, പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പല വാദങ്ങളും തെറ്റാണ് എന്നുള്ള ഒരു ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കുട്ടിയുടെ സുഹൃത്ത് അലനാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. നിലവിൽ റിമാൻഡിലാണ്. പോലീസ് പ്രതി അലനെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. എന്താണെങ്കിലും കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കേസിന്റെ പോലീസ് പുറത്തുവിടുന്ന പല വിഷയങ്ങളിലും കുടുംബത്തിന് പൊരുത്തക്കേടുകളാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരസ്യമായ പ്രതികരണവുമായി കുടുംബം രംഗത്ത് വന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേസിൽ നേരത്തെ തന്നെ പോലീസ് ഉന്നയിച്ചത് അലൻ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ പേരിലേക്ക് കേസ് എത്തിയിട്ടില്ല. നിലവിൽ നേരത്തെ ഈ അലൻ ഈ കുട്ടിയെ ശല്യം ചെയ്തിരുന്നു. കുട്ടി പലതവണ ഈ അലനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ സത്യത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ കുടുംബത്തിന് സംശയമുണ്ട് എന്നിരിക്കെ അലൻ കുട്ടിയെ കൊലപ്പെടുത്തി. മാത്രമല്ല, അലന്റെ കൂടെ ബൈക്കിൽ പോയത് ഈ കുട്ടിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. എന്താണെങ്കിലും ഇതിലൊരു വസ്തുത കണ്ടെത്തണമെന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്.